ഹായ് ഓൾ, അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് നല്ലൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ ഞാൻ നിങ്ങളുടെ മുന്നിലെത്തുന്നത്. വളരെ സന്തോഷം നിറഞ്ഞൊരു ദിവസമാണ്. അപ്പം രാവിലെ നേരത്തെ എണീറ്റിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ ഒരു കാര്യം കൂടി നിങ്ങളോട് പറയുകയാണ്. ഞാൻ പഠിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം കേക്ക് ബേക്കിങ്, പാചകം, ഈ ഒരു കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വീഡിയോയിൽ എന്നും കണ്ടിട്ടുള്ളൂ. പഠനം അതിൻ്റെ കൂടെ കൊണ്ടുപോകാമെന്ന് കരുതിയിട്ട് വീണ്ടും PSCയിലോട്ട് ഇറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ PSC മുമ്പ് നോക്കിയിട്ടുണ്ടായിരുന്നു. അത് കൊമേഴ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള PSC മാത്രമേ നോക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ. അതും ഒരൊറ്റ PSC ഞാൻ എഴുതിയിട്ടുള്ളൂ കേട്ടോ. കൊമേഴ്സിൻ്റെ HST PSC മാത്രമേ എഴുതിയിട്ടുള്ളൂ. പക്ഷേ ഇപ്പം ജനറൽ PSCയുടെ ഒന്ന് നോക്കാമെന്നുള്ള ഒന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു തുടക്കം കൂടിയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ദിവസം തുടങ്ങിയതല്ല, ഒരാഴ്ചയൊക്കെ ആയിട്ട് ഞാൻ ഇതിൻ്റെ പ്രിപ്പറേഷനിലായിരുന്നു കേട്ടോ. അപ്പോൾ ഇതെവിടെ എത്തുന്നോ എങ്ങനെയാവുന്നോ ഒന്നും എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, അത്രേ അറിയുള്ളൂ. മോനുണ്ട്, 6 മാസമേ ആയിട്ടുള്ളൂ. മക്കൾ വേറെ 2 പേരുണ്ട്. വീട്ടിലെ ജോലികൾ, പിന്നെ വേറെയുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൻ്റെ ഇടയിൽ കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിൽ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചിട്ട് മാത്രമാണ് കേട്ടോ അതിലേക്ക് ഇറങ്ങിയിട്ടുള്ളത്. ഫുൾ ടൈം PSC ബുക്ക് പഠിക്കാമെന്നോ ഫുൾ ടൈം പഠിക്കാമെന്നുള്ള ചിന്തയൊന്നുമില്ല. കാരണം കഴിയുന്ന രീതിയിൽ കഴിയുന്ന സമയത്ത് പറ്റുന്ന പോലെ മാക്സിമം എൻ്റെ ബെസ്റ്റിൽ എനിക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റും എന്നുള്ള വിശ്വാസത്തിലാണ് കേട്ടോ ഞാനതിലേക്ക് ഇറങ്ങിയിട്ടുള്ളത്. ചെറിയ മക്കളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് എപ്പോഴും പഠിക്കാൻ വേണ്ടി പറ്റിക്കൊള്ളണമെന്നില്ല. പിന്നെ വീട്ടിലെ കാര്യങ്ങളൊക്കെ എല്ലാം കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഇരിക്കാനൊക്കെ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ മനസ്സിൽ കണ്ടിട്ടാണ് ഇതിലേക്ക് ഇറങ്ങുന്നത്. അപ്പോൾ എന്തായാലും മുന്നോട്ട് നല്ല രീതിയിൽ തന്നെ പോകണം എന്നുള്ള വിചാരത്തിൽ തന്നെയാണ് കേട്ടോ തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും അത് നല്ല രീതിയിൽ തന്നെ നടക്കുന്നു വിചാരിക്കുകയാണ്. അപ്പോൾ രാവിലെ എണീറ്റിട്ട് ആദ്യം പുസ്തകം വെച്ചിട്ട് കുറച്ച് നേരം ഇരുന്നു കേട്ടോ. മോന് നേരത്തെ ഉണർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവനെ കിടത്തിയിട്ട് ഒരു ഗ്ലാസ് ചായയൊക്കെ ഉണ്ടാക്കിയിട്ട് അതും വെച്ചിട്ടാണ് ഇരുന്നത്. അത് കഴിഞ്ഞ് പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങിയതാണ്. ഞാൻ എൻ്റെ വീട്ടിലാണ് കേട്ടോ. അപ്പോൾ സെപ്റ്റംബർ 5 എടുത്തിട്ടുള്ള വീഡിയോ ആണ്, അധ്യാപക ദിനത്തിൽ. അപ്പോൾ ഈ ഒരു ദിവസം ഞങ്ങൾ B.edന് ഒരുമിച്ച് പഠിച്ച ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഒന്ന് കൂടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു കുഞ്ഞു വീഡിയോ ആണ്. ഞങ്ങൾ ഓണത്തിന് സ്കൂളിൽ പൂട്ടിപ്പോൾ വന്നതാണ് കേട്ടോ. അപ്പോൾ അന്നും വീഡിയോ എടുത്തിട്ടുണ്ട്. അത് ഇൻഷാ അല്ലാഹ് ഇത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇടാം കേട്ടോ. അപ്പോൾ സെപ്റ്റംബർ 5 ആ ഒരു പ്രത്യേക ദിവസത്തിന് ഇന്നലെ ഇടണമെന്ന് വിചാരിച്ചിരുന്നു, പക്ഷെ പറ്റിയില്ല. അപ്പോൾ എന്തായാലും ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വന്ന വീഡിയോയും ഒക്കെ 1-2 വീഡിയോസ് കൂടെ ഉണ്ട്, അത് ഇൻഷാ അല്ലാഹ് ഇടാം. അപ്പം രാവിലെ എണീറ്റ് ഇവിടെ പുറത്ത് വന്നപ്പോൾ ഉണ്ടല്ലോ ഒരു പ്രത്യേക ഫീലാണ് കേട്ടോ. പൂക്കളൊക്കെ കണ്ടിരിക്കാൻ നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ വീഡിയോസ് ആദ്യമായിട്ടാണ് ഇങ്ങനെ പൂക്കൾ എടുക്കുന്നത്. അപ്പോഴാണ് ഈ വീഡിയോയിൽ കാണുമ്പോഴതിൻ്റെ ഭംഗി മനസ്സിലാകുന്നത് കേട്ടോ. ഈ ഫോട്ടോയിൽ നമ്മളത് എടുക്കുമ്പോൾ പ്രത്യേക ഒരു ഭംഗിയാണല്ലോ. അപ്പോൾ അങ്ങനെ കുറച്ച് നേരം പൂക്കളൊക്കെ ഒന്ന് ഫോട്ടോസൊക്കെ എടുത്തു കഴിഞ്ഞതിന് ശേഷം അകത്തേക്ക് പോയി. അപ്പോൾ മോന് കുറച്ച് നേരം കിടക്കുള്ളൂ കേട്ടോ. അധികം നേരമൊന്നും ഞങ്ങൾ കിടക്കില്ല. അപ്പോൾ അവനെ ഉമ്മാൻ്റെ അടുത്താക്കിയിട്ടാണ് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ഞാൻ പഠിക്കാനിരിക്കുന്ന സമയത്ത് ഇങ്ങനെയാണ് കേട്ടോ ചെയ്യാറ്. അവനെ താഴെ കിടത്തിയിട്ട് ഇവിടെ ടേബിളിൽ ഞാൻ ഇരിക്കുകയും ചെയ്യും. അപ്പോൾ കുറച്ച് നേരമൊക്കെ ഇങ്ങനെ ഇരിക്കുള്ളൂ കേട്ടോ, ബാക്കി കരച്ചിലേക്ക് ആരും. അപ്പം ഒരാൾ നോക്കാൻ തന്നെ വേണം അവനെ. പിന്നെ അധികം നേരമൊന്നും ഇരുന്നില്ല കേട്ടോ. കരച്ചിൽ തുടങ്ങിയപ്പോൾ അവനെ ഉറക്കിയിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അവനെ ഉറക്കിയതിന് ശേഷം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. പുട്ടും കടലക്കറിയായിരുന്നു കേട്ടോ. അപ്പോൾ അത് കഴിച്ചതിന് ശേഷം കുറച്ച് നേരം കൂടെ പഠിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു. അവൻ ഉറങ്ങുന്ന സമയത്തേ കാര്യമായിട്ട് കഴിയുള്ളൂ കേട്ടോ. ഉണർന്നു കഴിഞ്ഞാൽ അവന് കുറച്ച് നേരം കളിച്ച് കിടക്കുള്ളൂ. അപ്പം അവൻ്റെ കൂടെ തന്നെ ഇരിക്കേണ്ടി വരും. ഇപ്പോൾ കുറച്ച് നേരം ഉറങ്ങിയിട്ട് എണീറ്റതാണ് കേട്ടോ. അപ്പോൾ കുറച്ച് നേരം കൂടി പുറത്ത് കൊണ്ടുപോയി കിടത്തിയതാണ്, സിറ്റ് ഔട്ടിലാണ്. അപ്പോൾ അവൻ്റെ കൂടെ കുറച്ചിരുന്ന് പിന്നെ അവനെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് നിന്നു കേട്ടോ. കുളിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് നേരം അവനെ മടിയിലിരുത്തിയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നു. അത് വെറുതെയാണ് കേട്ടോ, നമ്മളൊരു സമാധാനത്തിന് ഇരിക്കാന്നേ ഉള്ളൂ. അവനൊട്ടും സമ്മതിക്കില്ല. കുറച്ച് നേരമൊക്കെ ഇരുന്നിട്ട് പിന്നെ വേണ്ടാന്ന് വെച്ചിട്ട് നീറ്റു കേട്ടോ.
അകൊക്കെ ഒന്ന് അടിച്ചു വരാമെന്ന് കരുതി. സിത അവിടെ ഇരുന്ന് ടി വി കാണുന്നുണ്ട് കേട്ടോ. അപ്പം ആകെ വൃത്തിയുടെ കിടക്കണം. അപ്പോൾ അതൊക്കെ ഒന്ന് അടുക്കി പെറുക്കി വെക്കണം. അത് കഴിഞ്ഞിട്ട് ഒന്ന് അടിച്ചു വാരി ഇടുകയും വേണം. അപ്പോൾ 2:30ക്കാണ് മീറ്റപ്പ് പറഞ്ഞിട്ടുള്ളത്. ആ ഒരു സമയമാകുമ്പോഴത്തേക്കും റെഡിയായി പോവുകയും വേണം. അടിച്ചു വാരൽ കഴിഞ്ഞിട്ട് മോന് ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അടുക്കളയിലേക്ക് വന്നതാണ്. അപ്പം മോൻ ആദ്യമായിട്ടാണ് കേട്ടോ ഫുഡ് കൊടുക്കുന്നത്. ഇപ്പോൾ 6 മാസമായി. 6 മാസം ആവുന്നേ ഉള്ളൂ. ഈ ഒരു 10th-നാണ് 6 മാസം തികയുന്നത്. അപ്പോൾ ഫുഡ് കൊടുക്കാമെന്ന് കരുതി. ഇത് രായിയാണ് കേട്ടോ. വെള്ളത്തിൽ നന്നായിട്ട് കുതിർത്തിട്ട് അരിച്ചെടുത്തിട്ടുള്ളതാണ്. അതിൽ നിന്ന് കുറച്ച് മാത്രമേ എടുത്തിട്ട് വേവിക്കുന്നുള്ളൂ. ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് അധികം കഴിക്കുന്നൊന്നും ഉണ്ടാവില്ല. പിന്നെ അവന് ടേസ്റ്റ് ഇഷ്ടാവുമെന്ന് അറിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് മാത്രം എടുത്തിട്ട് കൊടുക്കുന്നുള്ളൂ. ഇത്തിരി കൽക്കണ്ട കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുത്തിട്ടുണ്ട്. കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചിട്ടാണ് കേട്ടോ അത് കുറുക്കിയെടുത്തിട്ടുള്ളത്. കുറച്ച് ലൂസാക്കിയിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. കാരണം കുറച്ച് കനം കുറച്ചിട്ട് കൊടുക്കുന്നതാണ് ഫസ്റ്റ് ടൈം നല്ലത്. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് ചൂടാറാൻ വേണ്ടിയിട്ട് കുഞ്ഞു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് കുഞ്ഞു ടീസ്പൂണും ഒക്കെ വെച്ചിട്ട് അവന് കൊടുത്തു കേട്ടോ. കുഴപ്പമൊന്നും ഉണ്ടായില്ല. അൽഹംദുലില്ലാ കഴിക്കുന്നുണ്ടായിരുന്നു. അപ്പം കുറച്ച് മാത്രമേ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ വരുന്ന ദിവസങ്ങളിലൊക്കെ ഇനി കുറച്ച് കൂടുതൽ കൊടുക്കാമെന്ന് കരുതി. അപ്പോൾ അവന് ഭക്ഷണമൊക്കെ കൊടുത്തിട്ട് അവനെ ഉറക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് വേഗം പോയി കുളിച്ച് മാറ്റി പോവാൻ നിൽക്കുകയാണ്. അപ്പം ഓട്ടോക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മോളോടൊക്കെ പോവാമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങുകയാണ് വീട്ടിൽ നിന്ന്. കോട്ടക്കുന്നിൽ വെച്ചിട്ടാണ് കേട്ടോ പരിപാടി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങോട്ടേക്കാണ് പോകുന്നത്. അപ്പം താഴ്ഭാഗത്തേക്കാണ് എല്ലാവരും എത്തുന്നതെന്ന് പറഞ്ഞു. അതായത് കോട്ടക്കുന്ന് എൻട്രൻസിൻ്റെ ആ ഭാഗത്ത്. അപ്പോൾ അവിടേക്കാണ് പോകുന്നത്. 2 എൻട്രൻസ് ഉണ്ട് കേട്ടോ. മുകൾ ഭാഗത്തും താഴ്ഭാഗത്തും ഉണ്ട്. അപ്പോൾ താഴ്ഭാഗത്തേക്ക് കൂടാന്ന് പറഞ്ഞിട്ട് എല്ലാവരും അവിടെ വന്ന് നിൽക്കാമെന്നാണ് പറഞ്ഞത്. അങ്ങനെ അവിടേക്കാണ് പോകുന്നത്. അപ്പോൾ മലപ്പുറത്തെ ഒരു ബെസ്റ്റ് ടൂറിസ്റ്റ് പ്ലേസ് ആണ് കേട്ടോ കോട്ടക്കുന്ന് എന്ന് പറയുന്നത്. അപ്പോൾ ഞങ്ങൾ ഇടയ്ക്ക് പോവാറുണ്ട്. കുഞ്ഞുമോനൊക്കെ ഉള്ള സമയത്ത് അതുപോലെ വീട്ടിൽ നിന്നൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ പോവാറുണ്ട്. അപ്പം എല്ലാവരും കൂടി കൂടാൻ പറ്റിയൊരു സ്പേസും അതാണ്. ടൗണിൽ തന്നെ ആകുമ്പം ആർക്കും വരാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് കേട്ടോ കോട്ടക്കുന്ന് ആക്കിയത്. വീട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ പിന്നെ ഉള്ളോട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും എത്താൻ ബുദ്ധിമുട്ടാണല്ലോ. അതുകൊണ്ടാണ് കോട്ടക്കുന്ന് തിരഞ്ഞെടുത്തത്. പിന്നെ ഈ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ ഒരുപാട് പേർക്കൊന്നും കൂടാൻ പറ്റിയിട്ടില്ല. ഞങ്ങൾ കുറച്ച് പേരിനെ കൂടിയിട്ടുള്ളൂ. അപ്പോൾ ഞങ്ങൾ ആദ്യം അങ്ങനെ പറഞ്ഞിട്ട് തന്നെയാണ് കേട്ടോ പ്ലാൻ ചെയ്തത്. കാരണം ഫസ്റ്റ് ഒന്ന് തുടങ്ങി വെച്ചാൽ പിന്നെയും മീറ്റപ്പ് ഉണ്ടാക്കാൻ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഒന്ന് തുടങ്ങി വെക്കുക, അതിനുശേഷം നമുക്ക് ഗ്രാൻഡ് ആക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ തുടങ്ങി വെച്ചതാണ്. അപ്പോൾ ഫസ്റ്റ് ടൈം ഞങ്ങളൊരു 12 പേരാണ് കേട്ടോ കൂടിയത്. ഒരു 45-46 പേര് ഞങ്ങൾ ആ ഒരു ബാച്ചിലുണ്ടായിരുന്നു. അപ്പോൾ 1-2 പേര് വർക്കിലാണ്. മറ്റുള്ളവർക്ക് പല സൗകര്യങ്ങളായിട്ട് അങ്ങനെ അവർക്ക് വരാൻ പറ്റിയില്ല. പക്ഷെ ഞങ്ങൾ ഉള്ളവർ കൂടാന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൂടിയതാണ്. ഇത് പല പ്രാവശ്യം മാറ്റി വെച്ചതാണ് കേട്ടോ. കൂടാന്ന് പറയും, ഓരോരുത്തർക്ക് പറ്റില്ല. അങ്ങനെ ഡേറ്റൊക്കെ പറഞ്ഞിട്ട് ഓണത്തിന് കൂടാ ഡേറ്റ് ഫിക്സ് ചെയ്യാൻ എല്ലാവർക്കും പറ്റുന്ന രീതിയിൽ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എല്ലാവരും കൂടിയിട്ട് നമുക്ക് പരിപാടി നടത്താൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ഡേറ്റ് ഫിക്സ് ചെയ്തിട്ട് അതിലേക്ക് വരാൻ പറ്റുന്ന ആൾക്കാരോട് വരാൻ പറഞ്ഞിട്ട് അങ്ങനെ ഉണ്ടാക്കിയതാണ്. എന്തായാലും ഇത് ഉണ്ടാക്കിയത് ഒരു നല്ല കാര്യമായിരുന്നു കേട്ടോ. കാരണം ഞങ്ങൾ B.ed കഴിഞ്ഞിട്ട് കുറേ പേര് ഇതിൽ കണ്ടിട്ടില്ലായിരുന്നു. പിന്നെ 1-2 പേരൊക്കെ വേറെ ഇപ്പോൾ നമ്മൾ ജോലിക്ക് പോണ സമയത്തൊക്കെ കണ്ടവർ അങ്ങനെയൊക്കെ ഉള്ളായിരുന്നു. അല്ലാത്തവരൊക്കെ B.edന് കണ്ടതാണ്, പിന്നെ കണ്ടിട്ടില്ല. അപ്പോൾ ഒരു എക്സൈറ്റ്മെൻറ്റ്, എന്താ പറയുക, ഒരു സന്തോഷം എന്താ പറയുകയെന്ന് അറിയില്ല. കാരണം ആ ഒരു B.ed 2015-2016 ആ ഒരു ടൈമിലാണ് ഞങ്ങൾ B.ed ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ ഒരു സമയം കഴിഞ്ഞിട്ട് ഇപ്പോൾ 2022 ഇത്രയും വർഷങ്ങൾക്ക് ശേഷമാണ് ഞങ്ങൾ കാണുന്നത്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും സന്തോഷവും എല്ലാം കൂടിയിട്ട് എന്താ പറയുക, അങ്ങനെ ഒരു നിമിഷമായിരുന്നു. ഞങ്ങൾക്കിവിടെ കുറച്ച് നേരെ നിൽക്കാൻ പറ്റുള്ളൂ കേട്ടോ. ഉള്ള സമയം കൊണ്ട് ഞങ്ങൾ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഒക്കെ സംസാരിച്ചുകൊണ്ടേയിരുന്നു. വിശേഷങ്ങൾ പറഞ്ഞിട്ട് തീർന്നില്ലായിരുന്നു കേട്ടോ സത്യം പറഞ്ഞാൽ. പിന്നെ കുറഞ്ഞ സമയം ഞാൻ എത്തിയപ്പോൾ തന്നെ 3 മണി കഴിഞ്ഞിന്. ചിലർ 2 പേരൊക്കെ തന്നെ എത്തിയിട്ടുണ്ട്. പിന്നെ 3 മണിക്ക് ശേഷം എത്തിയവരുണ്ട്. അത് കഴിഞ്ഞ് എല്ലാവരും സംസാരിച്ച് എല്ലാവരും എത്തിയിട്ട് ഞങ്ങൾ മുകൾക്ക് കയറിയത്.
അപ്പം സ്റ്റെപ്പിൽ വെച്ചിട്ടും പിന്നെ നടക്കുമ്പോഴും ഇവിടെ വന്നിട്ടും ഒക്കെ സംസാരം തന്നെ. എല്ലാവരുടെ കാര്യം കേൾക്കണമല്ലോ. ഓരോരുത്തരുതായിട്ട് ഇങ്ങനെ കേട്ട് ചിരിച്ച് സന്തോഷിച്ച് അങ്ങനെ പോയിരുന്നു കേട്ടോ. പെട്ടെന്നാണ് സമയം പോയത് എപ്പോഴാന്ന് തന്നെ അറിഞ്ഞില്ല. കുറച്ച് നേരം ഞങ്ങൾ കൂടിയിട്ടുള്ളൂ കേട്ടോ. പക്ഷെ ഞങ്ങൾക്ക് എന്താ പറയുക, അത് മുഴുവനായിട്ടില്ല. ഞങ്ങൾക്ക് അവിടുന്ന് പോരാൻ തോന്നണില്ലായിരുന്നു. ഫുഡൊക്കെ കഴിച്ചിട്ട് പോകാമെന്നൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആദ്യം ഉച്ചയൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് പിരിയാമെന്നൊക്കെ പറഞ്ഞിട്ട് രാവിലെ നേരത്തെ 10 മണിയാകുമ്പോഴത്തേക്ക് വന്നാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊന്ന് പ്ലാൻ ചെയ്തിരുന്നു. അപ്പോൾ കുറേ പേർക്ക് അസൗകര്യം പറഞ്ഞപ്പോൾ പിന്നെ ഉച്ചയ്ക്ക് ശേഷം ആക്കാം. പിന്നെ എന്താണ് മഴയുടെ പ്രശ്നമൊക്കെ പറഞ്ഞിട്ടായിരുന്നു ഞങ്ങൾ രാവിലെ ആക്കിയത്. പക്ഷെ ഞങ്ങൾ വന്ന സമയത്ത് കയറിയപ്പോൾ കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഞങ്ങൾ കയറി കുറച്ച് സമയമായിട്ടുള്ളൂ, അപ്പോഴത്തേക്കും ഇടിയും മിന്നലും മഴയൊക്കെ വന്നു കേട്ടോ. അതാണ് മെയിനായിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങാൻ കാരണമായത്. പിന്നെ നന്നായിട്ട് മഴയൊക്കെ പെയ്താലേ അവിടെ നിൽക്കാനൊക്കെ ബുദ്ധിമുട്ടാവും. അപ്പോൾ അത് വിചാരിച്ചിട്ട് പെട്ടെന്ന് കുറച്ച് നേരം സംസാരിച്ചിരുന്നിട്ട് ഇറങ്ങി കേട്ടോ. 1 മണിക്കൂറൊക്കെ എന്തായാലും ഇരുന്നിട്ടുണ്ടാവും. അത് കഴിഞ്ഞിട്ട് ഇറങ്ങി. പക്ഷേ അതുകൊണ്ടൊന്നും ഒന്നും ആയില്ല കേട്ടോ. ഇനിയും ഇതിലും ഗ്രാൻഡായിട്ട് ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ടാണ് എല്ലാവരും പിരിഞ്ഞത്. അപ്പോൾ ഒരു 4:45 ഒക്കെ ആകുമ്പോൾ ഞാനും ഇറങ്ങിയിട്ടോ. ഞങ്ങളൊരു 3-4 പേര് നടന്നിട്ട് അവിടെ നിന്ന് പോകുന്നത്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഓട്ടോ പിടിച്ചിട്ട് വീട്ടിലെത്തി നോക്കുമ്പോൾ മോനുണ്ട് കേട്ടോ മുമ്പിൽ ഉമ്മാൻ്റെ കൂടെ ഇരിക്കുന്നത്. അപ്പോൾ അവനെ ഞാൻ വിളിച്ചു നോക്കിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ ഉണർന്നിട്ടുണ്ടോയെന്ന് ചോദിച്ചിട്ട്. അപ്പം ഉണർന്നിട്ടുണ്ട്, പിന്നെ ഇടിയുടെ സൗണ്ട് ഇട്ടിട്ട് ഉണർന്നതാണെന്നൊക്കെ പറഞ്ഞു. പിന്നെ അവന് കുഴപ്പമൊന്നുമില്ലായിരുന്നു പറഞ്ഞ്. പിന്നെ ആ ഉണർന്ന സമയം കൊണ്ട് തന്നെ ഞാൻ വീട്ടിലെത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ പോരാൻ നേരം ഒന്നുകൂടി വിളിച്ചു നോക്കിയപ്പോഴാണ് അവനെ ഉണർന്നെന്ന് പറഞ്ഞത്. പിന്നെ അവിടെ നിന്ന് പോകുകയൊന്നും ചെയ്തല്ലോ. അപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. കഴിഞ്ഞ് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ വൈകുന്നേരത്തിന് കടി ഉണ്ടാക്കാമെന്ന് കരുതിയിട്ട് ബ്രെഡ് പൊരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ബ്രെഡ് പൊരിച്ചിട്ട് ചായയും കൂട്ടിയിട്ട് അതും കഴിച്ചു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വിശേഷം. അപ്പോൾ ഈ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ ഒരിക്കലും മറക്കാനാവാത്ത ദിവസമാണ് കേട്ടോ, അധ്യാപക ദിനം. അതായത് B.ed പഠിച്ച് അല്ലെങ്കിൽ ഒരു ടീച്ചറാവാൻ വേണ്ടിയിട്ട് പഠിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ലൊരു ദിവസം അല്ലെങ്കിൽ ഏറ്റവും പ്രിയപ്പെട്ട ദിവസമായിരിക്കും അധ്യാപക ദിനം എന്ന് പറയുന്നത്. ആ ഒരു ദിവസം തന്നെ നമ്മൾ പഠിച്ച ഫ്രണ്ട്സുമായിട്ട് കൂടാൻ പറ്റുക എന്ന് പറഞ്ഞാൽ അതിനും വലിയ സന്തോഷമാണ്. ഇനിയും ഇതുപോലെ കൂടാൻ പറ്റട്ടെ എന്നാണ് ആഗ്രഹം. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതാണ്. ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇനിയുള്ള നമ്മുടെ വീഡിയോസും കാണാൻ മറക്കരുത്. അപ്പോൾ എന്തായാലും നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു. യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാണ്. നമ്മളെ യൂട്യൂബറിന് പ്രൊമോഷൻ വേണം. മൊത്തം സബ്സ്ക്രൈബ് ചെയ്യിപ്പിച്ചിട്ട്